കേരളത്തിലെ റോഡിൽ നിലവിലുള്ള എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളും നീക്കം ചെയ്യാൻ നടപടി തുടങ്ങി. റോഡുകളുടെ വീതി കൂട്ടൽ, അപകട സാധ്യത ഒഴിവാക്കുക തുടങ്ങി പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇതുകൊണ്ട് പരമാവധി ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. തുടക്കത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ നഗരങ്ങളിലാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി ഭാഗമായുള്ള ടൂറിസത്തിന് പ്രാധാന്യമേറെയുള്ള സ്ഥലങ്ങൾക്കാണ് മുൻഗണന. തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര ജംഗ്ഷൻ മുതൽ കവടിയാർ വരെയും, അട്ടക്കുളങ്ങര ഓവർബ്രിഡ്ജ് തമ്പാനൂർ, ഓവർബ്രിഡ്ജ് സ്റ്റാച്യു സെൻട്രൽ സ്റ്റേഡിയം, സെക്രട്ടേറിയറ്റ് YMCA ഗേറ്റ് പാളയം, PMG മസ്കറ്റ് ഹോട്ടൽ, LMS ജംഗ്ഷൻ, വെള്ളയമ്പലം ആൽത്തറ ക്ഷേത്രം, വെള്ളയമ്പലം ശാസ്തമംഗലം ജംഗ്ഷൻ എന്നീ ലൈനുകളാണ് തുടക്കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളത്ത് MG റോഡിൽ മാധവ ഫാർമസി ജംഗ്ഷൻ മുതൽ രാജാജി റോഡ് വരെയും, സെൻട്രൽ സ്ക്വയർ മാൾ മുതൽ അറ്റ്ലാന്റിക് ജംഗ്ഷൻ വരെയും, അറ്റ്ലാന്റിക് ജംഗ്ഷൻ മുതൽ തേവര പാലം വരെയുമാണ് തുടക്കത്തിൽ പദ്ധതി നടപ്പാക്കുക. കോഴിക്കോട് മുതലക്കുളം GH റോഡ്, പാളയം, MM അലി റോഡ്, റാം മോഹൻ റോഡ്, പാവമണി റോഡ് എന്നീ ലൈനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വഴിയോരങ്ങളിലെ ഇലക്ട്രിക് പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതോടെ റോഡുകൾ കൂടുതൽ സുരക്ഷിതമാവുകയും ട്രാഫിക് സിഗ്നലുകൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നതോടെ അപകട സാധ്യതകൾ തീരെ കുറയുവാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. നിലവിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും ഹൈ ടെൻഷൻ, ലോ ടെൻഷൻ ഓവർഹെഡ് ലൈനുകൾക്ക് പകരം അണ്ടർഗ്രൗണ്ട് കേബിൾ, ഏരിയൽ ബഞ്ചിങ് കേബിൾ, റിംഗ് മെയിൽ യൂണിറ്റ് സിസ്റ്റം എന്നീ സംവിധാനങ്ങളിലൂടെ ഇലക്ട്രിക് സിസ്റ്റം വിപുലമാക്കുന്നതാണ് പുതിയ രീതി. ചുരുക്കത്തിൽ പോസ്റ്റുകൾ പൂർണ്ണമായി നീക്കം ചെയ്ത് ഭൂമിക്കടിയിലൂടെ കേബിൾ കൊണ്ടുപോയി, അണ്ടർഗ്രൗണ്ട് കേബിൾ കൊണ്ടുപോയി വൈദ്യുത വിതരണം ചെയ്യുന്നതാണ് പുതിയ പദ്ധതി. ചൂടിനെ പ്രതിരോധിക്കുന്ന ക്രോസ് ലിങ്ക്ഡ് പോളിത്തീൻ കേബിളുകളാണ് ഉപയോഗിക്കുന്നത്. ഓരോ 200 മീറ്റർ ദൂരത്തിലും ജംഗ്ഷൻ ബോക്സുകൾ സ്ഥാപിക്കുന്നത് മൂലം അറ്റകുറ്റപ്പണികൾ എളുപ്പമാകും. സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം മുഖേന തകരാറുകൾ നിരീക്ഷിക്കപ്പെടും. പദ്ധതിയിലൂടെ സുരക്ഷയോട് കൂടിയ അതിവിശാലമായ ഒരു വൈദ്യുത ശൃംഖല തന്നെ നടപ്പാക്കാൻ സാധിക്കും. പദ്ധതിക്കായി 176 കോടി രൂപയോളം ഇതിനകം വകയിരുത്തിയിട്ടുണ്ട്. KSEBക്ക് പുറമെ RKI റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്, സ്മാർട്ട് സിറ്റി മിഷൻ, PSDF പവർ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ഫണ്ട് എന്നിവയിൽ നിന്നൊക്കെ ധനസഹായം ലഭിക്കും. വൈദ്യുത വിതരണം മൊത്തത്തിൽ ശാസ്ത്രീയമായി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമൃത്, അടൽ മിഷൻ ഫോർ റെഞ്ചുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ പദ്ധതികളും സഹകരിക്കുന്നുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കൽ, റോഡിലെ പോസ്റ്റുകളും വയറുകളും ഇല്ലാതാകുമ്പോൾ നഗരത്തിനുണ്ടാകുന്ന ആകർഷണം, റോഡിൻ്റെ വശങ്ങളിൽ കിട്ടുന്ന സ്ഥലലഭ്യതയൊക്കെ ഇതിലൂടെ സാധ്യമാകും. അണ്ടർഗ്രൗണ്ട് കേബിളുകൾക്ക് തകരാറും കുറവാണ്. 2030 കേരളത്തിലുള്ള നഗരങ്ങളിലെ മുഴുവൻ റോഡുകളും കേബിൾ സംവിധാനത്തിലാകുമെന്നാണ് കണക്കുകൂട്ടൽ. അണ്ടർഗ്രൗണ്ട് കേബിൾ പദ്ധതിക്ക് ചിലവ് വളരെ കൂടുതലാണ്. റോഡുകൾ ഒഴിച്ചാലുണ്ടാകുന്ന ഗതാഗത തടസ്സം, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. സർക്കാരിൻ്റെ പിന്തുണയും ജനത്തിൻ്റെ സഹകരണവും ഇതിന് അത്യാവശ്യമാണ്.